ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചപ്പാത്തി, പൂരി, പൊറോട്ട, ഒറട്ടി, ഇടിയപ്പം, ഫ്രൈഡ് റൈസ്, അങ്ങനെ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. അധികം മസാലകളൊന്നും ചേർക്കാതെ കുക്കറിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കുറുമയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബീഫ് കുറുമ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 1/2 കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലുള്ളതും ഇല്ലാത്തതും എല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 3 ഏലയ്ക്ക, ചെറിയ പീസിൽ 2 പീസ് അളവിൽ കറുവാപ്പട്ടയും 4 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ 2 സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതിയാവും. അതുപോലെ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ചെറിയുള്ളിയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴണ്ടിട്ടിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരല്പ സമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. സവാളയുടെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. കൂടെ അതേ അളവിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ഗരം മസാല പൊടിച്ചതും കൂടി ചേർക്കാം. ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് മുളക് പൊടിയുടെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരുപാട് മസാലകളും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം വഴറ്റി കൊടുത്താൽ മതിയാവും. മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതുപോലെ ഒരു അല്പസമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ബീഫ് ചേർക്കാം. കൂടെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി ചേർക്കുകയാണ്. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനി നമ്മുടെ ബീഫിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഈ ഒരു സമയത്തെല്ലാം മീഡിയത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ബീഫ് എല്ലാം പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 7-8 ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ 7-8 വെളുത്തുള്ളി അല്ലിയും അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു പീസ് അളവിൽ ഇഞ്ചിയും എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ചേർക്കണം, പേസ്റ്റ് ചേർക്കരുത് കേട്ടോ. അതുപോലെ ചതച്ച് തന്നെ ചേർത്തേക്കണം. ഇത് ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് ആദ്യത്തെ 2 വിസിൽ വരണം. പിന്നെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു 3 വിസിലും കൂടി വരട്ടെ. കുറഞ്ഞ ഫ്ലെയിമിൽ ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ ഇരുന്നൊന്ന് പോകട്ടെ. അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബീഫ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ഗ്രേവി ഇതുപോലെ ബാക്കിയുണ്ട്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ ബീഫ് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് കുറഞ്ഞ ഫ്ലെയിമിലേക്ക് ഒന്ന് വെക്കാം. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ് മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ 1 തേങ്ങാപ്പാലും കൂടിയാണ്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്നുകിൽ ഫസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചതിന് ശേഷം പിന്നീട് പാൽ ചേർക്കാം. അതെല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ തന്നെ വേഗം കറിയിലേക്ക് ചേർക്കാവുന്നതാണ്.
നമ്മുടെ ഈ അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇത് തിളപ്പിക്കാൻ വേണ്ടി പാടില്ല. ഇനി നമ്മുടെ ഈ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ എന്തുമാത്രം കുറുകിയ ചാറോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ബീഫ് കുറുമ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബീഫ് കുറുമയാണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതുവരെയും ഇതുപോലൊരു ബീഫ് കുറുമ കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.